ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് ആ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആമേൻ, സ്തോത്രം. ഇവിടെ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് സിംഹത്തിൻ്റെ മേൽ, ആമേൻ, 1 സിംഹം, 2 അണലി, 3 ബാലസിംഹം, 4 പെരുമ്പാമ്പ്. ആമേൻ, ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് പകൽ നമ്മൾ ആ വചനത്തിനകത്തൂടെ കയറി, ആമേൻ, ചില തുടക്കങ്ങൾ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. ആമേൻ, ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ബൈബിൾ പറയാം, ബൈബിളിൽ അനേക സ്തോത്രം പക്ഷികളെക്കുറിച്ച്, മൃഗങ്ങളെക്കുറിച്ചൊക്കെ ഉദാഹരണം പറയാറ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ. അപ്പോൾ മാനിനോട്, ദാവീദിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവത്തോട് ഒരു മാനിനോട് തുല്യമാക്കി ആമേൻ പറയുന്നു. വേറൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, ആമേൻ, പ്രാവിനുള്ളതുപോലെ ചിറകെനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ചിറകടിച്ച് പറന്നുയരുമായിരുന്നു. ആമേൻ, ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി ഇടങ്ങളിൽ ആമേൻ, സ്തോത്ര, പക്ഷികളെക്കുറിച്ച്, ആമേൻ, മൃഗങ്ങളെക്കുറിച്ച്, ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. ഒരിടത്ത് പറഞ്ഞു, ആമേൻ, ദൈവം എൻ്റെ, ആമേൻ, തലയെ കാട്ടുപോത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ആ കാട്ടുപോത്തിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ ശക്തിയോടെ എൻ്റെ തലയെ ഉയർത്തി നിൽക്കും. എന്നാൽ ആമേൻ, സ്തോത്രം, ആമേൻ, പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആമേൻ, സ്തോത്രം, ഈ നല്ല സ്വഭാവമല്ല, നല്ല മൃഗത്തിൻ്റെ അല്ല, ചില ക്രൂര മൃഗത്തിൻ്റെ സ്വഭാവത്തിൽ ആമേൻ, പിശാച് ചില ഇടങ്ങളിൽ വെളിപ്പെട്ട് വരും. ഇവിടെ ആമേൻ, സ്തോത്രം, പറയുകയാണ്, ആമേൻ, സ്തോത്രം, നിനക്ക് നേരെ വരുന്നത് സിംഹം നിന്റെ നേരെ വരും, അണലി നിന്റെ നേരെ വരും, നിന്റെ നേരെ ബാലസിംഹം വരും, ആമേൻ, പെരുമ്പാമ്പ് നിന്റെ നേരെ വരും എന്ന് പറഞ്ഞാൽ, ആമേൻ, പിശാച്, ആമേൻ, സ്തോത്രം, ഈ മൃഗങ്ങളുടെ സ്വഭാവത്തിലാണ് സാത്താൻ പല സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരുന്നത്. ഇന്ന് പകൽ അത് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിനെ മെതിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇതിനെ ചവിട്ടണമെങ്കിൽ, ഇതിനെ മെതിക്കണമെങ്കിൽ ഇതിൻ്റെ സ്വഭാവം, ആമേൻ, സ്തോത്രം, നമ്മൾ തിരിച്ചറിയണം. ഒന്നാമത് പറയുന്നു, ആമേൻ, സിംഹത്തിന്മേലും. ഹല്ലേലൂയ. എന്താ സിംഹത്തിൻ്റെ പ്രത്യേകത? ആമേൻ, സ്തോത്രം, സിംഹത്തിൻ്റെ പ്രത്യേകത സങ്കീർത്തനങ്ങൾ 17:12 ആമേൻ, സ്തോത്രം, വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, കടിച്ച് കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും. ഹല്ലേലൂയ. അപ്പോൾ ഈ സിംഹത്തിൻ്റെ പ്രത്യേകത എന്താ? ഇവൻ്റെ ആഗ്രഹം എന്താ? രക്ഷിക്കപ്പെട്ട ദൈവപൈതലേ, നിന്റെ ജീവിതത്തെ കടിച്ച് കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെ. അപ്പോൾ ഈ സിംഹത്തിന് ഭയങ്കര കൊതിയാ. എന്താ കൊതിക്കുന്ന? അവൻ നമ്മെ കടിച്ചു കീറണം. അവന് കൊതിയുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ജീവിതത്തെ കടിച്ചു കീറാൻ ഇവന് ഭയങ്കര കൊതിയാ. ഞാൻ ചോദിച്ചു, എന്താ ദൈവമേ ഇവൻ ഇത്ര കൊതി? പക്ഷെ ഇവന് കൊതി മാത്രമേ ഉള്ളൂ, നടക്കുകയില്ല. ഇന്ന് പകല് പറഞ്ഞ്, നീ കൊതിക്കത്തേ ഉള്ളൂ, നടക്കത്തില്ല. പിശാചൻ നിനക്ക് ഞങ്ങളുടെ ജീവിതത്തെ കടിച്ചു കീറാൻ നിനക്ക് കൊതിയുണ്ട്, പക്ഷെ കൊതിയെ നടക്കത്തുള്ളൂ, പക്ഷെ നടക്കത്തില്ല. ആമേൻ, സ്തോത്രം. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്താ അവന് കൊതി മാത്രമേ ഉള്ളൂ? എന്താ അവൻ പറ്റാത്തത്? അവന് പറ്റാത്തതിനൊരു കാരണമുണ്ട്. ആമേൻ. 1 പത്രോസിന്റെ ലേഖനം, ഹല്ലേലൂയ, 5-ാം അധ്യായം അതിന്റെ 8-ാമത് വാക്യം ഒന്ന് വായിച്ചേ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. ദൈവം പറഞ്ഞു, നിങ്ങൾ നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങൾ ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, ശ്രദ്ധിച്ചു കേൾക്കണം, നിങ്ങളുടെ പ്രതിയോഗിയായിരിക്കുന്ന പിശാച് അലറുന്ന സിംഹം എന്ന പോലെ, അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. സ്തോത്ര. സങ്കീർത്തനക്കാരൻ പറയാ, ഈ പിശാച് പറയാ, ആമേൻ, കടിച്ചു കീറുവാൻ എന്താ കൊതിക്കുന്ന സിംഹം. പക്ഷെ ഇവന് കടിച്ചു കീറാൻ പറ്റില്ല. സ്തോത്രം. പഴയ നിയമകാലത്ത് എല്ലാം കടിച്ചു കീറി, പക്ഷെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ കടിച്ചു കീറാൻ പറ്റുകയില്ല, തൊടാൻ പറ്റുകയില്ല. ഓ സ്തോത്രം.
അവൻ എന്താ കടിച്ചു കീറാൻ പറ്റാത്തതെന്ന് അറിയാമോ? ആമേ സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ സിംഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക, അവൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു. ഇന്ന് പകൽ നിങ്ങൾ ചിന്തിച്ചേ, സിംഹം ഇന്ന് വരെ ആരെങ്കിലും വിഴുങ്ങിയിട്ടുണ്ടോ? സിംഹം കടിച്ചു കീറത്തേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് സിംഹം വിഴുങ്ങുന്നത്? ഇപ്പോൾ ഒരു സിംഹം കടിച്ചു കീറത്തേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഒരു സിംഹം വിഴുങ്ങുന്നു എങ്കിൽ ആമേ സ്തോത്രം, അതിൻ്റെ അർത്ഥം എന്താ? എന്താ കാര്യം? എന്താ? അവന് പല്ലില്ല. സ്തോത്രം. പല്ലില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഓർത്തോണം. സ്തോത്രം. നമ്മുടെ കാലഘട്ടമായപ്പോൾ ന്യായപ്രമാണത്തിനകത്ത് ഒത്തിരി പേരെ അവൻ കടിച്ചു കീറിയെങ്കിൽ, ഹല്ലേലൂയ, പുതിയ നിയമത്തിനകത്ത് വന്നപ്പോൾ അവന് കടിച്ചു കീറാൻ പല്ലില്ല. എന്താ? കാൽവറി ക്രൂശിൽ ശത്രുവിന്റെ തലയെ തകർത്ത് അവന്റെ തലയെ തകർത്തപ്പോൾ അവന്റെ വിഷപ്പല്ലിനെ അവൻ തകർത്തു കളഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ്, നിനക്ക് ചുറ്റിലും സിംഹങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നീ ഭാരപ്പെടണം, നീ ഭയപ്പെടണ്ട. നിന്നെ കടിച്ചു കീറാൻ, നിന്റെ തലമുറയെ തൊടാൻ, നിന്റെ ജീവിതത്തെ തൊടാൻ, നിന്റെ നന്മകളെ തൊടാൻ അവന് കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയണം, അവന്റെ തലയെ തകർത്ത്, അവന്റെ അധികാരത്തെ തകർത്ത്, അവന്റെ അണപ്പല്ലിനെ, അവന്റെ വിഷപ്പല്ലിനെ തകർത്ത്. ഒന്ന് ചിന്തിച്ചു നോക്കണേ, പല്ലില്ലാത്ത ഒരു സിംഹത്തെ, ഹല്ലേലൂയ, സിംഹത്തെ നമ്മൾ ഭയപ്പെടുന്ന അവന്റെ പല്ലിനെയാണ്. കാരണം നിമിഷങ്ങൾ കൊണ്ട് അവന്റെ പല്ലുകൾ, അവന്റെ പ്രത്യേകത, അവൻ വേട്ടയാടുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അതിൻ്റെ ഇരയായി വരുന്ന മൃഗത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, അവൻ്റെ ചങ്കിനെ കടിച്ചു കീറാൻ സ്തോത്രം, അവൻ്റെ ചങ്കത്ത് കടിച്ച് നിമിഷങ്ങൾ കൊണ്ട് അവൻ്റെ സ്തോത്രം, അവന് മരണം വരുത്തുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അവന് മരണം വരുത്തുവാൻ തക്കവണ്ണം അവൻ്റെ വിഷപ്പല്ലുകൾ ഇന്ന് പകൽക്കാലം അവന് തൊടാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ പല്ലിനെ ദൈവം തകർത്തു കളഞ്ഞു, അവൻ്റെ അധികാരത്തെ ദൈവം തകർത്തു കളഞ്ഞു. നമ്മൾ ഇന്ന് പകൽ ഈ സിംഹത്തെ, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമാവിനെ നീ എന്ത് ചെയ്യും? സ്തോത്രം, ഞാൻ അതിനെ എന്ത് ചെയ്യാൻ പോവാ? ചിലതിനെ ഇന്ന് പകൽ മെതിക്കാൻ പോവുക, ചിലതിനെ മെതിച്ച് പുറത്താക്കാൻ പോവുക, ചില കുടുംബങ്ങൾക്കകത്തു നിന്ന് ചിലതിനെ മെതിച്ച് നമ്മൾ പുറത്താക്കാൻ പോകുക, ചില ജീവിതത്തിനകത്തു നിന്ന് ചിലതിനെ മെതിക്കാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയും, ഹല്ലേലൂയ, ദൈവ മക്കൾ റെഡിയാണെങ്കിൽ, സ്തോത്രം, ഞാനിത് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ചിലതൊക്കെ ഓടാൻ റെഡി ആയിട്ടുണ്ട്. നിൽക്കത്തില്ല. ഇന്ന് പകൽ പറയണം, ജീവിതത്തെ നോക്കി പറയണം, പിശാച് ഇനി ഈ മെസ്സേജ് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒന്നിനും നിൽക്കാൻ പറ്റാത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ സിംഹത്തിന്മേൽ, ഹല്ലേലൂയ, നമ്മളെ സ്തോത്രം കടിച്ചു കീറാൻ വരുന്ന സിംഹത്തെയാണ് നമ്മൾ ഇന്ന് മെതിക്കാൻ പോകുന്നത്. ഇതിനെ നമ്മൾ മെതിക്കാൻ പോകുന്നത്. അടുത്ത് പറയുന്നു സ്തോത്രം, ഹല്ലേലൂയ, സിംഹത്തിന്മേലും അണലിമേലും. ഹല്ലേലൂയ. അണലിക്കൊരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. സദൃശവാക്യം 23:32 പറയുന്നു, സ്തോത്രം, അണലി പോലെ കൊത്തും. ഈ അണലിക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് കടിച്ചാൽ ആ കടിക്കുന്ന ഭാഗം അത് വ്രണമായി മാറും. അതെത്ര മരുന്ന് കഴിച്ച് സൗഖ്യമായാലും പിറ്റേ ആണ്ടാകുമ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യും? പിറ്റേ ആണ്ടാകുമ്പോൾ അത് വീണ്ടും പഴയതുപോലെയാകും. ഇത് ചികിത്സിച്ചാൽ ഇതിന് സ്തോത്രം, ഹല്ലേലൂയ, അറുതി വരത്തില്ല. സ്തോത്രം. ചില അണലികളെ ഇന്ന് പകൽ നമ്മൾ മെതിക്കും. ചില അണലി കടിച്ചാൽ ആണ്ടുതോറും മുറിവുകൾ എന്ത് ചെയ്യും? സ്തോത്രം. ചില അണലി കടിച്ചാൽ അങ്ങനെയാണ്. ചിലതൊക്കെ കടിച്ചാൽ മറക്കാൻ പറ്റുകയില്ല. അതിങ്ങനെ ഹൃദയത്തിനകത്ത് മുറിവായി കിടക്കും. ആണ്ടുതോറും ഇത് ഓർത്ത് എന്ത് ചെയ്യും? അങ്ങനെയുള്ള ചില അണലികളൊക്കെ ഇന്ന് എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം, ചില മനസ്സുകളെ മുറിപ്പെടുത്തി വെച്ചിരിക്കുന്ന ചില അണലികളെ നമ്മൾ മെതിക്കുന്നു.
ചിലതിനെ മെതിച്ചു കളയും. ഇനി നീ മുറിവേറ്റ് നടക്കാനുള്ളതല്ല, അവൻ നമ്മുടെ മുറിവ് കെട്ടിയതാ. ഇനി നമ്മൾ മുറിവേറ്റിരിക്കേണ്ടവരല്ല. സ്തോത്രം. നമ്മളെ മുറിവ് ഒരുവൻ കെട്ടിയതാ. അടുത്ത അണലിയെ കുറിച്ച് പറഞ്ഞ ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 20:16 പറയുന്നു, അണലിയുടെ നാവ് അവനെ കൊല്ലും. അപ്പോൾ ഈ അണലിയുടെ നാവിൽ എന്തുണ്ട്? മരണമുണ്ട്. ഒന്ന്, ഇവൻ കൊത്തിയാൽ ആണ്ടുതോറും ഈ മുറിവുകൾ വെളിപ്പെട്ടു വരും. രണ്ട്, അവൻ്റെ നാവിന്മേൽ എന്തുണ്ട്? നമ്മൾ ഇതിനെ ചവിട്ടാൻ പോകുന്നത്, ഇതിനെ നമ്മൾ തകർക്കാൻ പോകുന്നത്. ആമേ, സ്തോത്ര, ഹല്ലേലൂയ. ഈ അണലി വിഷം ഭയങ്കരമാണ്. ഒന്നുകിൽ അവൻ നമ്മളെ മുറിപ്പെടുത്തും, ഇല്ലെങ്കിൽ അവൻ നമ്മളെ ഒതുക്കിക്കളയും, അവൻ നമ്മളെ കൊല്ലും. അവൻ്റെ നാവിന്മേൽ മരണമുണ്ട്. ആമേ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തെ പിന്തുടരുന്ന ആമേ ചില മേഖലകളെ നമ്മളിന്ന് മെതിച്ചതിനെ പുറത്താക്കും. ഹല്ലേലൂയ. നമ്മൾ ആമേ സ്തോത്രം, ഇതിൻ്റെ കടി ഏൽക്കാനുള്ളവരല്ല. ഇതിൻ്റെ വിഷം ആമേ നമ്മുടെ ജീവിതത്തെ ചീറ്റി നമ്മൾ ആമേ നിരാശപ്പെട്ടിരിക്കേണ്ടവരല്ല. ആമേ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ നമ്മൾ ഇതിനെ ആമേ സ്തോത്രം, ആമേ നമുക്ക് മാത്രമേ അവകാശമുള്ളൂ ഇതിനെ ചവിട്ടാൻ. സ്തോത്രം. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ആമേ നിങ്ങൾ റെഡി ആയിക്കൊള്ളണം. ആമേ സ്തോത്രം. ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മളെ ഒതുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അതിനെ ചവിട്ടി പുറത്താക്കിയിട്ട് വേണം പോകാൻ. ആമേ, ഇനി നമ്മളെ അല്ല ഇത് ചവിട്ടേണ്ടത്, നമ്മൾ ഇതിനെ ചവിട്ടും. ഹല്ലേലൂയ. നമുക്ക് നേരെ വിഷം ചീറ്റുന്നതിന് മുമ്പ് നമ്മൾ ഇവനെ ചവിട്ടി ഒതുക്കിയിരിക്കും. ആമേ, നമ്മുടെ നേരെ ഇത് ആമേ തല ഉയർത്തി നമ്മളെ കടിക്കുന്നതിന് മുമ്പ് നമ്മുടെ കാൽച്ചുവട്ടിൽ നമ്മൾ ഇതിനെ ഒതുക്കിയിരിക്കും. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സിംഹത്തിന്മേലും അണലിമേലും നിങ്ങൾ ചവിട്ടും. അടുത്ത് പറയുന്നു, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ബാലസിംഹം. എന്താ ഈ ബാലസിംഹം? സിംഹമുണ്ട്, ബാലസിംഹമുണ്ട്. ഹല്ലേലൂയ. ബാലസിംഹത്തിൻ്റെ സ്വഭാവം എന്താ? സങ്കീർത്തനങ്ങൾ 17:12 പറയുന്നു, മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെ. ഈ ബാലസിംഹത്തിൻ്റെ പ്രത്യേകത, ഇതെന്ത് ചെയ്യും? ഇത് മറവിടങ്ങളിൽ എന്ത് ചെയ്യും? ഇത് കാണാൻ പറ്റുകയില്ല. ഇതിൻ്റെ പിടിയിൽ അകപ്പെട്ടിട്ട് നമുക്കിത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ചില പതിയിരിപ്പ് ശക്തികൾ പുറത്തു വരും. ഇന്ന് പകൽ ഇതിനകത്ത് ദൈവമക്കൾ ആമേ സ്തോത്രം, നിങ്ങളൊന്ന് ഉണർന്നാൽ, നിങ്ങളൊന്ന് സ്തോത്രം പറഞ്ഞ് നിങ്ങളൊന്ന് ഉണർന്നാൽ, ഇന്ന് പകൽ ആമേൻ, പരിശുദ്ധാത്മാവ് പറഞ്ഞു, ചില മറഞ്ഞിരിക്കുന്ന മറവിടങ്ങളിൽ പതിയിരിക്കുന്ന നിന്റെ നന്മകളെ ആമേൻ, നന്മകൾക്ക് നേരെ പതിയിരിക്കുന്ന, നിന്റെ കുടുംബത്തിന് നേരെ പതിയിരിക്കുന്ന, നിന്റെ തലമുറയ്ക്ക് നേരെ പതിയിരിക്കുന്ന ആമേൻ ചില ബാലസിംഹങ്ങൾ ഇന്ന് പകൽ അത് പുറത്തു വരും. അത് ഇന്ന് പകൽ പുറത്തു വരും. ഇന്ന് പകൽ അത് പുറത്തു വരും. ആമേൻ. അത് പുറത്തു വരാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് പകൽ ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, അതിനെ തകർക്കുന്ന ഒരു അഭിഷേകം ദൈവകുഞ്ഞ നിന്റെ ജീവിതത്തിൽ പതിയിരിക്കുന്ന ചില പതിയിരിപ്പുകളെ ഇന്ന് പകൽക്കാലം ദൈവം അതിനെ പുറത്തു കൊണ്ടുവരും. ഇനി പതിയിരിക്കാൻ പറ്റത്തില്ല. ഇനി നിനക്കു നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ ബിസിനസ്സിന് നേരെ, നിന്റെ കാഴ്ചപ്പാടുകൾക്ക് നേരെ, നിന്റെ ആത്മീക ജീവിതത്തിന് നേരെ ആമേൻ പതിയിരിക്കുന്ന ചില ബാലസിംഹങ്ങൾ ഇന്ന് പകൽ അത് പുറത്തു വരാം. ഇനി നിന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരുന്ന് ആമേൻ നിന്റെ നന്മകളെ കവരുവാൻ, ആമേൻ നിന്റെ നന്മകളെ കവരുവാൻ ഇനി അതിന് കഴിയത്തില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കർത്താവേ, കുടുംബങ്ങൾക്കകത്ത് പതിയിരിക്കുന്ന ചില ബാലസിംഹങ്ങൾ ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് പകൽ അത് വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് പകൽ ചില പതിയിരിപ്പ് ശക്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പുറത്തു വരട്ടെ. പുറത്തു വരട്ടെ. ചിലത് പതിയിരിക്കും.
ആമേൻ സ്തോത്രം, മറവിടങ്ങളിൽ എന്ന് പറഞ്ഞാൽ കണ്ണിന് കാണാൻ പറ്റുകയില്ല. നമ്മുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന ചില ബാലസിംഹത്തെ ഇന്ന് പകൽ നമ്മളതിനെ മെതിക്കാൻ പോവുകയാണ്. ഓ ജീസസ്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ ശിംശോൻ ആമേൻ തിമ്മയിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, അവൻ്റെ നേരെ ഒരു ബാലസിംഹം ആമേൻ സ്തോത്രം ചാടി വന്നു. ഹല്ലേലൂയ. അവിടെ വചനം ഇങ്ങനെ പറയുന്നു, മുന്തിരിത്തോട്ടത്തിനരികിൽ ഒരു ബാലസിംഹം. ഞാൻ ചോദിക്കുന്നു, മുന്തിരിത്തോട്ടത്തിൽ ബാലസിംഹം വരാൻ സാധ്യതയില്ല. ഇന്ന് പകൽ ദൈവകുഞ്ഞ് നിന്റെ മുന്തിരിത്തോട്ടത്തിനരികിൽ ചില ബാലസിംഹങ്ങൾ പതിയിരിപ്പുണ്ട്. ആമേൻ സ്തോത്രം. അത് നിനക്ക് നേരെ വരുമ്പോൾ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ശിംശോന് നേരെ വന്നതിനെ ശിംശോൻ എന്താ ചെയ്തേ? അവൻ അതിനെ താടിക്ക് പിടിച്ച് ചിലതിനെ ഇന്ന് പകൽ നമ്മൾ കീറിക്കളയും. ആമേൻ സ്തോത്രം. നിന്റെ മുന്തിരിത്തോട്ടത്തിന് ആമേൻ ഹല്ലേലൂയ, നിന്റെ മുന്തിരിത്തോട്ടത്തിനടുത്ത് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ ക്രിസ്തു എന്ന മുന്തിരിവള്ളിയെ ആമേൻ തോട്ടത്തിനകത്ത്, ദൈവരാജ്യം എന്ന തോട്ടത്തിനകത്ത് പതിയിരിക്കുന്ന ചില ബാലസിംഹത്തെ ഇന്ന് പകൽ ദൈവം പുറത്തു കൊണ്ടുവരും. നിനക്ക് നേരെ വരുന്നത് നിന്നെ തകർക്കാനല്ല, അതിന്റെ അവസാനമാ, നിന്റെ അവസാനമല്ല ദൈവകുഞ്ഞ്, അതിന്റെ അവസാനമാ. ചില പതിയിരിപ്പുകളെ ദൈവം പുറത്തു കൊണ്ടുവരുന്നത് അതിനെ എന്നേക്കുമായി അതിനെ തകർത്തു കളയാൻ. ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, ആമേൻ സ്തോത്രം, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ എന്ത് ചെയ്യും? ഓ, എന്താ പെരുമ്പാമ്പിൻ്റെ പ്രത്യേകത? പിശാച് പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ വരും. എന്തിനാ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, നിനക്ക് വിലപ്പെട്ടതിനെ അവൻ വിഴുങ്ങും. പെരുമ്പാമ്പിൻ്റെ പ്രത്യേകത, ഈവൻ വിഴുങ്ങും. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഈ ആമേൻ സിംഹത്തിൻ്റെയും പെരുമ്പാമ്പിൻ്റെ പ്രത്യേകത, ആമേൻ സ്തോത്രം, ഈവൻ വന്നിട്ട് നിനക്ക് വിലപ്പെട്ടതിനെ കവർന്നെടുക്കുക. ആമേൻ, നിനക്ക് വിലപ്പെട്ടതിനെ വിഴുങ്ങിക്കളയുക. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഈ പെരുമ്പാമ്പ് ആമേൻ ഒരു ആടിനെയോ എന്തിനെങ്കിലും വിഴുങ്ങിക്കളഞ്ഞാൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഒരു പ്രത്യേകതയുണ്ട്. അവൻ ആമേൻ സ്തോത്രം ഇതിനെ വിഴുങ്ങിയിട്ട് ആമേൻ സ്തോത്രം ഈ വൃക്ഷങ്ങളുടെ വേരിനടിയിൽ കൂടെ ഇവൻ നുഴഞ്ഞ് കയറി അതിൻ്റെ അസ്ഥികളെ ഓടിച്ച് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, പിന്നെ ഇവൻ ഒരിടത്ത് കിടന്നാൽ 45 ദിവസം അനങ്ങാതെ കിടക്കും. ഹല്ലേലൂയ. 45 ദിവസം പിന്നെ ഇവൻ ആഹാരം വേണ്ട. അങ്ങനെ കിടക്കുമ്പോൾ ഒരു സ്വസ്ഥത. നഷ്ടപ്പെട്ടത് എന്തായാലും നഷ്ടപ്പെട്ടു. നമുക്ക് പ്രാർത്ഥിച്ച് തിരിച്ച് ആമേൻ സ്തോത്രം വേറൊന്ന് പ്രാപിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ആമേൻ സ്തോത്രം വീണ്ടും ഇവൻ എന്ത് ചെയ്യും? 45 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇവൻ നന്മകളെ കവരാൻ വീണ്ടും വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ സ്വർഗം പറയുന്നു, ഇനി ഒരു നന്മയും അവൻ കവർന്നുകൊണ്ട് പോകത്തില്ല. ഇവൻ വരുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ ഇവനെ മെതിക്കും, ഇതിനെ ചവിട്ടി മെതിക്കും. ആമേൻ. ഇന്ന് പകൽ അവനെ ഒരു പ്രാവശ്യം മെതിച്ചാൽ ആമേൻ സ്തോത്രം പിന്നെ അവൻ ആ ഏരിയയിൽ വരത്തില്ല. ആമേൻ. ഞാൻ പറയുന്നു, ഇനി ഒരു നന്മയും ആമേൻ അവൻ കവർന്നുകൊണ്ട് പോകത്തില്ല. ഇനി ഒന്നും അവൻ വിഴുങ്ങി കളയത്തില്ല. ഇന്ന് പകൽ പറഞ്ഞ ഇനി പിശാചേ ഒന്നും നിനക്ക് വിഴുങ്ങാൻ കഴിയത്തില്ല. ഓ സ്തോത്രം. ഇതൊക്കെ പറയുമ്പോൾ അടുത്തിരിക്കുന്ന ഒരാളിന് പാസ്റ്റർ പറയാതെ തന്നെ കരം കൊടുത്തിട്ടൊന്ന് പറയണം, ആമേ ഇനി പിശാചേ ആമേ സ്തോത്രം, ഹല്ലേലൂയ, ഒരു നന്മയും വിഴുങ്ങാൻ പറ്റുകയില്ല. ആമേ അടുത്തിരിക്കുന്ന ഒരാളിന് കരം കൊടുത്തിട്ട് പറ, അച്ഛാ നിങ്ങൾ ഒരു നന്മയും ആമേ കൈ കൊടുക്കാനല്ല, ആമേൻ കൈ കൊടുക്കുമ്പോൾ പറയണം, ആമേ അമ്മാമേ ഇനി നിങ്ങളുടെ ഒരു നന്മയും വിഴുങ്ങത്തില്ല. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആമേ അങ്ങനെ ഒന്ന് പറഞ്ഞ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് കൈമാറും. നിങ്ങളിൽ നിന്ന് ഒരു മഹത്വം ഇതിനകത്ത് ചലിക്കും. കരം കൊടുത്തിട്ട് പറയണം, ഈ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട്, അച്ഛാ ഇനി ഒരു നന്മയും പിശാച് നിങ്ങളെ കവരത്തില്ല. അങ്ങനെ പറയണം. അങ്ങനെ പറയുമ്പോൾ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ആ ശബ്ദമുണ്ടല്ലോ, നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് അത്ഭുതങ്ങളെ സൃഷ്ടിക്കും, ദൈവപ്രവൃത്തിയെ സൃഷ്ടിക്കും.
ഹല്ലേലൂയ. ഇത് പറയണം. ആമേൻ. പിശാചേ ഇനി ഒരു നന്മയും വിഴുങ്ങാൻ പറ്റത്തില്ല. ആമേൻ. ഇത്രയും കാലം പല നന്മകളും വിഴുങ്ങി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഞങ്ങളെ നിരാശപ്പെടുത്തിയെങ്കിൽ ആമേൻ പിശാചേ ഇനി നിനക്ക് സാധിക്കത്തില്ല, ഇനി നിനക്ക് കഴിയത്തില്ല. ആമേൻ. ഇന്ന് പകൽ അത് സംഭവിക്കും. ഇന്ന് പകൽ ദൈവകുഞ്ഞേ നിന്റെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത ചില ദൈവമഹത്വം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കും. അത് സംഭവിക്കും. ഒരു തലമുറയെ നീ ചവിട്ടി മെതിച്ചു, ഒരു തലമുറയെ നീ വിഴുങ്ങി, ഒരു തലമുറയെ നിന്റെ വിഷം ആമേൻ ഹല്ലേലൂയ ആമേൻ പകർന്നു. ആമേൻ. പലതിനെ നീ ഒതുക്കിക്കളഞ്ഞു, പലതിനെ നീ കൊന്നു, പലതിനെ നീ വിഴുങ്ങി, പലതിനെ നീ കടിച്ചു കീറാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു നടക്കത്തില്ല, നടക്കത്തില്ല. നിന്റെ തന്ത്രങ്ങൾ നടക്കത്തില്ല. നിന്റെ പതിയിരിപ്പുകളെ വെളിപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ കുടുംബങ്ങൾക്കകത്ത് എന്റെ ദൈവം ഇറങ്ങുകയാണ്. എന്റെ കർത്താവ് ഇറങ്ങുക. ചില കുടുംബങ്ങൾക്കകത്ത് എന്റെ ദൈവം ഇറങ്ങിയ അവയെ ശത്രുവിന്റെ ചില പതിയിരിപ്പുകളെ ഇന്ന് പകൽ അവന്റെ മറ പൊളിച്ച് ഇന്ന് പകൽ ദൈവം പുറത്തെടുക്കും. ആമേൻ. ഇന്ന് പകൽ അവന്റെ മറ പൊളിച്ച് ആമേൻ പുറത്തെടുക്കും, പുറത്തെടുക്കും. സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ അത് പറയുമ്പോൾ ന്യായപ്രമാണ കാലഘട്ടത്തിൽ ബാലസിംഹത്തെ ചവിട്ടി അത് അവരെ ഒതുക്കിക്കളഞ്ഞു. പെരുമ്പാമ്പിനെ ചവിട്ടി പലരെ വിഴുങ്ങിക്കളഞ്ഞു. അണലിയെ ചവിട്ടി ആമേൻ സ്തോത്രം ഹല്ലേലൂയ പലരുടെ മേലും അവൻ വേഷം ചീറ്റി. ആമേൻ. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും ചവിട്ടുന്ന ഒരു തലമുറ വരാൻ പോവുകയാണ്. സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടുന്ന ഒരു തലമുറ. ഈ വചനം കൊടുത്തപ്പോൾ ആരും ചവിട്ടിയില്ല. ചവിട്ടിയവരെല്ലാം അവൻ തിരിഞ്ഞു പിടിച്ചു. പക്ഷെ സ്വർഗം പറഞ്ഞു മക്കളെ നിങ്ങൾ ഭാരപ്പെടണ്ട കേട്ടോ, ഇവനെ ചവിട്ടുന്ന ഒരു തലമുറയെ ഞാൻ എഴുന്നേൽപ്പിക്കും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിക്കുന്ന ഒരു തലമുറയെ ഞാൻ എഴുന്നേൽപ്പിക്കും. ആമേൻ സ്തോത്രം. ഈ പിശാച് അലറുന്ന സിംഹം പോലെ, ബാലസിംഹം പോലെ, കടിച്ചു കീറുന്ന സിംഹം പോലെ ഇവൻ സിംഹമല്ല. പക്ഷെ ഇവൻ ആരാ? ഇവൻ സിംഹം പോലെ വരികയാണ്. ഇന്ന് പകൽ ഇവനെ ചവിട്ടാൻ ഒരു തലമുറ എഴുന്നേൽക്കേണ്ടതിന് ഒരുവൻ നമുക്ക് വേണ്ടി എഴുന്നേറ്റു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം ഒരു വാക്യം വായിച്ച. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. സ്തോത്രം. നമുക്കിതിന്റെ പശ്ചാത്തലം അറിയാം. യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവൻ്റെ മുമ്പിൽ ഒരു പുസ്തകം തുറന്നിരിക്കുന്നു. അതിൽ 7 മുദ്രകളുണ്ട്. എന്നാൽ യോഹന്നാൻ അവിടെ നിന്ന് നോക്കുകയാണ്. ആമേൻ സ്തോത്രം. ഈ പുസ്തകം തുറപ്പാനോ അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനോ ആരെയും കാണാത്തത് കൊണ്ട് യോഹന്നാൻ ഏറ്റവും അധികം കരഞ്ഞു. ഇവൻ ഏറ്റവും അധികം കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആമേൻ സ്തോത്രം ആമേൻ മൂപ്പന്മാരിൽ ഒരുത്തൻ അവനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണ്ട, നീ കരയണ്ട. ആമേൻ സ്തോത്രം. ഇന്ന് പകല് കർത്താവ് പറയുന്നു കരയണ്ടെന്ന്. സ്തോത്രം. നീ കരയണ്ട. നീ കരയണ്ട. കാരണം അവൻ മുദ്ര പൊട്ടിക്കുന്ന ഒരുവൻ വെളിപ്പെടാൻ പോവുകയാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. യോഹന്നാന്റെ ദർശനത്തിൽ പറഞ്ഞു ആമേൻ സ്തോത്രം ഹല്ലേലൂയ നീ കരയണ്ട. ആമേൻ. മുദ്ര പൊട്ടിപ്പാൻ യഹൂദ ഗോത്രത്തിൽ ആമേൻ സ്തോത്രം സിംഹമായവൻ ആമേൻ സ്തോത്രം എഴുന്നേൽക്കും. ഹല്ലേലൂയ. ആമേൻ. ബാലസിംഹം നിനക്ക് നേരെ വരുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സിംഹം നിന്റെ നേരെ വരുമ്പോൾ, ബാലസിംഹം നിന്റെ നേരെ വരുമ്പോൾ ആമേൻ ഇവിടെ ഇതാ യഹൂദ ഗോത്രത്തിലുള്ള ഒരു സിംഹം എഴുന്നേൽക്കുകയാണ്.
അവന്റെ ശൗര്യം തോറ്റുപോയിട്ടില്ല. അവന്റെ ആമേൻ ഹല്ലേലൂയ, അവനാണ് യഥാർത്ഥമായ സിംഹം. ആമേൻ ആമേൻ. യഹൂദ ഗോത്രത്തിലെ സിംഹം സിംഹം പോലെ അല്ല വരുന്നത്, അവൻ സിംഹമാണ്. ഇന്ന് പകൽ ആ ബാലസിംഹം ഹല്ലേലൂയ, യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ, അവൻ ഗർജിച്ചാൽ ഒരു ബാലസിംഹത്തിനും അവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുക. ഈ യഹൂദ ഗോത്രത്തിലെ സിംഹം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു വാക്യം കൂടെ വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഈ യഹൂദ ഗോത്രത്തിലെ സിംഹം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവനെ വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലാതെ കൊണ്ട് ഒരു പശുത്തൊട്ടിയിൽ അവൻ എന്ത് ചെയ്തു? ആരും ശ്രദ്ധിച്ചില്ല. ഇവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണെന്ന് പിശാചിന് മനസ്സിലായില്ല. ഇന്ന് പകൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു യഹൂദ ഗോത്രത്തിലെ സിംഹം കിടക്കുന്ന പിശാചിന് അറിയില്ല, സാത്താൻ അറിയില്ല. അവൻ കിടക്കുന്ന പശുത്തൊട്ടിയില, കിടക്കുന്നത് വാടക വീട്ടില. പക്ഷെ അകത്തൊരു യഹൂദ ഗോത്രത്തിലെ സിംഹമുള്ളത്. ഇന്ന് പകൽ ദൈവകുഞ്ഞ് നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട പിശാച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കണക്ക് കൂട്ടുന്നത്. പക്ഷേ അവൻ്റെ കണക്ക് കൂട്ടലുകളെ തെറ്റിക്കുന്ന ഒരുവൻ നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. എത്ര പേർക്ക് ഇന്ന് പകൽ അത് തിരിച്ചറിയാൻ പറ്റും? ഹല്ലേലൂയ. അടുത്തൊരു യോഹന്നാൻ ആമേൻ സ്തോത്രം യോഹന്നാൻ സുവിശേഷം 1:29 പറയുന്നത്, അവൻ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ ആര് ശ്രദ്ധയില്ല. കുഞ്ഞാടിനെ ആരെങ്കിലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ കാര്യമാക്കോ? ഒരു കുഞ്ഞാടിനെ ആരെങ്കിലും പേടിക്കോ? കുഞ്ഞാടിനെ ആരെങ്കിലും പേടിക്കോ? കുഞ്ഞാടിനെ കണ്ട ആരെങ്കിലും പേടിക്കോ? സ്തോത്രം. കുഞ്ഞാടിനെ കണ്ട ആർക്കെങ്കിലും പേടി വരുമോ അച്ഛാ? ഒരു ചെറിയ കുഞ്ഞാടിനെ കണ്ടാൽ ആർക്കും പേടി വരത്തില്ല. സ്തോത്രം. പിശാച് നോക്കുമ്പോൾ നിങ്ങൾ ആരാ? സ്തോത്രം. അവന് പേടിക്കേണ്ട കാര്യമുണ്ടോ? പേടിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പാസ്റ്റർ നോക്കിയേ, ഞങ്ങളെ ഇരിപ്പ് കണ്ടാൽ തന്നെ പാസ്റ്ററിന് മനസ്സിലാകത്തില്ല ഞങ്ങൾ അല്ലേ? ഞങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ പാസ്റ്ററിന് മനസ്സിലാക്കുന്നത് ഞങ്ങൾ പാവപ്പെട്ട കുഞ്ഞാടുകളാണ്. സ്തോത്രം. ഇന്ന് പകൽ ശത്രു നോക്കുമ്പോൾ കുഞ്ഞാടാണെങ്കിൽ, പിതാവായ ദൈവം നോക്കുമ്പോൾ അകത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം അകത്തൊരു ആമേൻ സ്തോത്രം ഹല്ലേലൂയ അകത്തൊരു യഹൂദ ഗോത്രത്തിലെ സിംഹം. ഞാൻ പറയുന്നു, ലോകം നോക്കുമ്പോൾ നമ്മൾ കുഞ്ഞാടാ, പക്ഷെ ദൈവം നമ്മളെ നോക്കുമ്പോൾ അകത്ത് ഒരു യഹൂദ ഗോത്രത്തിലെ സിംഹം ഇന്ന് അമേൻ പകൽ നമ്മുടെ അകത്തിരിപ്പുണ്ട്. ഈ അകത്തിരിക്കുന്ന സിംഹം പുറത്ത് വന്നാലുണ്ടല്ലോ ഒരു ശത്രുവും നിൽക്കത്തില്ല. ഒരു അമേൻ പല്ലില്ലാത്ത ഒരു ബാലസിംഹവും നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യത്തില്ല. സ്തോത്രം. ഒന്നിനും ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ, ആ സിംഹമായവൻ ആമേൻ സ്തോത്രം പറഞ്ഞു, അവൻ നമ്മളോട് പറഞ്ഞു ഒരു തലമുറ എഴുന്നേക്കാൻ പോവാ. അന്നേ ദൈവം പറഞ്ഞു ഒരു തലമുറ, ആ തലമുറ എന്ത് ചെയ്യും? ആ തലമുറ എന്ത് ചെയ്യും? സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ എന്ത് ചെയ്യും? മെതിക്കുന്ന ഒരു തലമുറ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ദൈവം പറഞ്ഞു എഴുന്നേൽക്കും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആ തലമുറ എഴുന്നേറ്റാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവരുടെ ഉള്ളിൽ ആമേൻ സ്തോത്രം ആരിരിക്കും? യഹൂദ ഗോത്രത്തിലെ സിംഹം ഇരിക്കും. ഇന്ന് പകൽ ഞാനൊരു ദൂത് പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം.
ദാവീദൊരിക്കൽ കാട്ടിൽ തൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അപ്പൻ്റെ ആടുകളെ ഒരു സിംഹം എന്ത് ചെയ്തു? സിംഹം അവൻ പിടിച്ചു. സിംഹം പിടിച്ചിട്ട് അവിടെ നിന്നില്ല. സിംഹം ആ ആടിനെ കൊണ്ട് ഓടി. ദാവീദ് എന്ത് ചെയ്തു? അതിനെ പിന്തുടർന്നു. സ്തോത്രം. അഭിഷേകമുള്ളവൻ പിന്തുടരും. അഭിഷേകമുള്ളവൻ മിണ്ടാതിരിക്കത്തില്ല. അഭിഷേകമുള്ളവന് മൗനമായിരിക്കാൻ പറ്റുകയില്ല. അവൻ എഴുന്നേറ്റു. ആമേ സ്തോത്രം. ഹല്ലേലൂയ. എന്താ? അവൻ്റെ അപ്പൻ്റെ ആട് അവൻ്റെ അവകാശമാണ്. അവൻ്റെ അവകാശത്തെ തൊട്ടാൽ അവൻ മിണ്ടാതിരിക്കുകയല്ല. ഇന്ന് പകൽ നമ്മുടെ അവകാശത്തെ തൊട്ടാൽ മിണ്ടാതിരിക്കരുത്. നമുക്ക് വരേണ്ടുന്ന അവകാശത്തെ ആമേ തൊട്ടാൽ മിണ്ടാതിരിക്കരുത്. പിന്തുടർന്നതിനെ പിടിക്കണം. ഹല്ലേലൂയ. ദാവീദ് എന്ത് ചെയ്തു? പിന്തുടർന്നവൻ എന്ത് ചെയ്തു? പിന്തുടർന്ന് ചെന്ന് ആദ്യം എന്താ ചെയ്തേ? അവന്റെ അപ്പന്റെ ആടുകളെ ആ സിംഹത്തിന്റെ വായിൽ നിന്ന്, ഞാൻ ചോദിക്കുന്നു, ദാവീദ് നിനക്ക് ഭയമില്ലേ? നീ ആരുടെ പുറകെ ഓടുന്നേ? നിന്നെക്കാളും ബലവാനായ സിംഹത്തിന്റെ പുറകെ ഓടുന്നത്, ആടിന്റെ പുറകെ അല്ല. ആമേ സിംഹത്തിന്റെ പുറകെ ഓടുന്നത്. ദാവീദ് നിനക്ക് ഭയമില്ലേ? ആമേ സ്തോത്രം. ദാവീദിന് ഒന്ന് പറയാൻ പറ്റും. ആമേ സ്തോത്രം. ഞാൻ ഓടുന്നതല്ലല്ലോ, ഞാൻ ഓടുന്നതല്ലല്ലോ, എന്നെ ഒരുവൻ ഓടിക്കുന്നതാ. അഭിഷേകം വന്നാൽ ഓടുകയല്ല, അവൻ നമ്മളെ ഓടിക്കും. ശത്രുവിന്റെ പുറകെ പോയിട്ട് അവൻ കവർന്നു വച്ചിരിക്കുന്നതിന് അവനെ ഭയപ്പെടാതെ അവന്റെ വായ്ക്കകത്തു നിന്ന് അവന്റെ അവകാശത്തെ പിടിച്ചെടുക്കാൻ ഇന്ന് പകൽ അഭിഷേകം ഒരുവന്റെ മേൽ വെളിപ്പെട്ടാൽ പിന്നെ നിന്റെ കാലുകൾക്ക് നോക്കി നിൽക്കത്തില്ല. പിന്നെ നീ ഒരിടത്തും നിൽക്കത്തില്ല. നീ ഓടും. നീ ശത്രുവിന്റെ പുറകെ പിന്തുടർന്നു ചെന്ന് നിന്റെ അവകാശത്തെ, ഇന്ന് പകൽ നീ പുറകെ പിന്തുടർന്നു ചെന്ന് നിന്റെ അവകാശത്തെ നീ പിടിച്ചെടുക്കും. ഈ പട്ടണത്തിനകത്ത് ദൈവം നിനക്ക് വേണ്ടി മുന്നൊരുക്കി വെച്ച നിന്റെ അവകാശത്തെ ഇന്ന് പകൽ നീ അതിനെ പിടിക്കാം. നിന്നെ ഈ പട്ടണത്തിനകത്ത് ദൈവകുഞ്ഞെ, നിന്നെ ഈ പട്ടണത്തിനകത്ത് എന്റെ ദൈവം കൊണ്ടുവരുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെ ഈ പട്ടണത്തിൽ കരുതി വെച്ചതാ. ഇന്ന് പകൽ നീ പിന്തുടർന്ന് അതിനെ പിടിക്കാം. നിന്റെ കൈ അതിനെ പിടിക്കും. ആമേൻ സ്തോത്രം. ഇന്ന് പകൽ നീ ഇതിനകത്ത് മിണ്ടാതിരുന്ന, ഇതിനകത്ത് നിന്റെ അവകാശം നീ പിടിക്കാതിരുന്നാൽ, ആമേൻ സ്തോത്രം, നീ ഓരോരുത്തരും കരയത്തേ ഉള്ളൂ. പക്ഷേ ഇന്ന് പകൽ നീ ചിലതിനെ പിന്തുടർന്ന് പിടിക്കും. നിന്റെ അവകാശത്തെ നീ വിട്ടുകൊടുക്കത്തില്ല. ഒരസാധാരണ ദൈവമകത്തും ആമേൻ ഈ ഹോളിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് എനിക്കറിയാം. ആമേൻ ചിലരൊക്കെ ഇതിനകത്ത് പിടിക്കുക. നിന്റെ നന്മകളെ നീ പഠിക്കും. അവൻ മറ്റാരുമല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവകുഞ്ഞെ, നിന്റെ അവകാശം നിന്റെ ദൈവദാസനല്ല, നീ പിടിക്കും. ദൈവം പറഞ്ഞു, നീ പിടിക്കും, നീ പിന്തുടരും. നീ ഓടുകയല്ല, ഓടുവൽ നിന്റെ അകത്തിരുന്ന് നിന്നെ ഓടിക്കും. ശത്രുവിന്റെ പുറകെ നീ പോകും. നീ അതിനെ പിടിക്കും. നിന്റെ കയ്യിൽ നിന്ന് അതിനെ നഷ്ടപ്പെടുത്തുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. നിന്റെ കയ്യിൽ നിന്ന് നിനക്ക് അവകാശപ്പെട്ടതിനെ പിശാചേ നിനക്ക് തൊടാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, ഞങ്ങളുടെ അവകാശത്തെ നിനക്ക് തൊടാൻ പറ്റുകയില്ല. ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ അവകാശങ്ങൾ ഇന്ന് പകൽ മടങ്ങി വരട്ടെ. ഈ പട്ടണത്തിനകത്ത് ദൈവമേ തന്റെ ജനത്തിനു വേണ്ടി കരുതി വെച്ച ആമേൻ ശത്രു കവർന്നു കൊണ്ടുപോയതിന് ഇന്ന് പകൽ ഞങ്ങൾ അതിനെ തിരിച്ചു പിടിക്കുകയാണ്, അതിനെ മടക്കി പിടിക്കുകയാണ്. ഒരു കേടും കൂടാതെ പിടിച്ചു.
ഒരു കേടും കൂടാതെ പിടിച്ചു. ഈ ആടിൻ്റെ ഒരവയവും നഷ്ടപ്പെട്ടില്ല. ഇന്ന് പകൽ പറയണം, ഒന്നും നഷ്ടപ്പെടത്തില്ല. ഒന്നും നഷ്ടപ്പെടത്തില്ലെന്ന്. നമ്മളതിനെ പിടിക്കും. ദാവീദ് ആ ആട്ടിൻകുട്ടിയെ പിടിച്ചെടുത്തപ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, സിംഹം അവന് നേരെ തിരിഞ്ഞു. അവന് നേരെ തിരിഞ്ഞു. ഞാൻ ഈ ഒരൊറ്റ ദൂതൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഈ പകൽ ഈ ദൂത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആ ദൂത് പ്രാപിച്ചോണം. പിടിക്കാൻ പറ്റിയവർ ആ ദൂത് പിടിച്ചോണം. എനിക്കറിയില്ല, ഇന്ന് പകൽ ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു അസാധാരണ ദൈവശക്തി എൻ്റെ ശരീരത്തെ ഞാൻ അനുഭവിക്കുന്നു. എനിക്കറിയാം, കർത്താവിൻ്റെ പ്രസൻസ് വെളിപ്പെടുന്നത് എനിക്കറിയാം. എൻ്റെ ശരീരത്തിൽ ഇലക്ട്രിക് ഷോക്ക് പോലെ ദൈവശക്തി ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുക. എനിക്കറിയാം, ഇന്ന് പകൽ യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് പകൽ സ്തോത്രം പിടിക്കാൻ പറ്റുന്നവർ പിടിച്ചോണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഈ സിംഹം ദാവീദിന് നേരെ തിരിഞ്ഞു. അവൻ്റെ മുഖത്തിന് നേരെ തിരിഞ്ഞ് ഈ സിംഹം അവന് നേരെ പാഞ്ഞെടുത്തു. അവിടെ വചനം പറയുന്നു, അവൻ അതിൻ്റെ താടിക്ക് പിടിച്ച് അതിനെ കൊന്നുകളഞ്ഞു. അവൻ ആ സിംഹത്തെ എന്ത് ചെയ്തു? അവൻ്റെ നേരെ വന്നതിനെ അവൻ അതിനെ അടിച്ച് അവൻ ഒരാട്ടിൻ കുട്ടിയെ പോലെ അതിനെ എന്ത് ചെയ്തു? അതിനെ കീറിക്കളഞ്ഞു. ഇനി ഞാനൊരു ദൂത് കൈമാറാൻ പോവാം. ദാവീദിൻ്റെ നേരെയാ വന്നത്, നേർക്കുനേർ. ദാവീദിൻ്റെ നേർക്കുനേരാണ് വന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞൊരു തലമുറ കിടപ്പുണ്ട്. ആ തലമുറയുടെ നേരെ വരത്തില്ല. നേരത്തെ ഈവൻ ദാവീദിൻ്റെ മുഖത്തോട്ടാ ചാടുന്നേ. ദാവീദിൻ്റെ നേർക്ക് വന്നു, അവൻ്റെ മുഖത്തോട്ട് ചാടിപ്പിടിക്കുക. പക്ഷെ ഇനി സ്തോത്ര സിംഹത്തിന് ഏതുവരെ ചാടാൻ പറ്റുള്ളൂ എന്നറിയാമോ? സ്തോത്ര ഹല്ലേലൂയ. ഇനി ശത്രുവിന് എൻ്റെ നേരെ വരാൻ പറ്റിയെങ്കിൽ എത്ര സ്തോത്രം ദാവീദിൻ്റെ സെയിം ഹൈറ്റിൽ അവൻ ചാടി. പക്ഷെ നമ്മുടെ നേരെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് നേരെ ശത്രു വന്നാൽ എത്ര ഹൈറ്റിനെ ഇവന് ചാടാൻ പറ്റുള്ളൂ എന്നറിയാമോ? ഞാൻ പറയും, എൻ്റെ കാല് എത്ര ഉയർത്താൻ പറ്റുമോ അത്ര ഹൈറ്റിനെ ചാടാൻ പറ്റും. ഈ ദൂത് കത്തിയാൽ ഇന്ന് പകൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. സ്തോത്ര. എനിക്ക് നേരെ വന്നാൽ, ദാവീദിൻ്റെ നേരെ വന്നാൽ അവൻ്റെ തലയോളം ചാടാൻ പറ്റും. പക്ഷെ എനിക്ക് നേരെ വന്നാൽ സ്തോത്രം ഏതുവരെ ചാടാൻ പറ്റൂ? ഞാൻ ഇത്രേ ഹൈറ്റിൽ പൊക്കിയാൽ ഇത്രേ ഹൈറ്റിൽ അവന് ചാടാൻ പറ്റൂ. കാരണം എന്താ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. ഇന്ന് പകൽ പിശാചൻ നീ ചാടി വന്നാൽ എന്റെ കാലിന് കീഴില. എനിക്ക് മുകളിൽ കയറാൻ, എനിക്ക് മുകളിൽ നിനക്ക് ഉയരാൻ, എന്റെ മുകളിൽ ആധിപത്യം നടത്താൻ നിനക്ക് കഴിയത്തില്ല, നിനക്ക് കഴിയത്തില്ല. എന്താ? അവൻ യഹൂദ ഗോത്രത്തിൽ സിംഹമായവൻ ഇന്ന് പകൽ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ശത്രു എത്ര ആരവമുയർത്തി, അവൻ എത്ര കാടിളക്കി എനിക്ക് നേരെ വന്നാലും എന്റെ കാലിന് കീഴില്ല. ഇന്ന് പകൽ ദൈവകുഞ്ഞേ, ശത്രു നിനക്ക് നേരെ എത്ര അവൻ ആക്രോശിച്ചുകൊണ്ട് നിനക്ക് നേരെ വന്നാലും നിന്റെ കാലിന്റെ ചുവട്ടില, നിന്റെ കാലിന്റെ ചുവട്ടില. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, നിന്റെ കാലുകൾക്ക് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എന്റെ ദൈവം പറയാ. യഹൂദ ഗോത്രത്തിലുള്ളവൻ നിന്റെ അകത്തിരിക്കുകയാ.
നിന്റെ കാലുകൾ കൊതുങ്ങാത്ത ഒരു ശത്രുവ് നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. ഇന്ന് പകൽ വീഴട്ടെ, വീഴട്ടെ, വീഴട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആത്മാവ് പറയുന്നു, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, നീ സിംഹത്തിന്റെ മേലോ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. തിരുവചനം ഇങ്ങനെ പറയുന്നു, ആമേൻ സ്തോത്രം, നിന്നെ കടിച്ചു കീറുവാൻ ആമേൻ കൊതിക്കുന്ന സിംഹത്തെയും, ആമേൻ സ്തോത്രം, നിനക്ക് ചുറ്റിലും, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ചുറ്റിത്തിരിയുന്ന ആമേൻ സിംഹത്തെയും, ആമേൻ നീ ചാവട്ടും, നീ ചാവട്ടും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ അത് നിനക്ക് നേരെ ഉയരത്തില്ല, നിന്റെ കുടുംബത്തിന് നേരെ ഉയരത്തില്ല. ആമേൻ സ്തോത്രം. ഇന്ന് പകൽ ശത്രു എത്ര ഉയർന്നാലും നിന്റെ കാൽ ചുവട്ടിലാണെങ്കിൽ, ആമേൻ സ്തോത്രം, ഇന്ന് പകൽ ആമേൻ ആ വിടുതലുകൾ, ആ ദൈവത്തിന്റെ പ്രവർത്തികൾ, ആമേൻ സ്തോത്രം, വെളിപ്പെട്ടു വരട്ടെ. നിൽക്കുന്നവർ അങ്ങനെ നിന്നോണ്ട് ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ചിലതിനെ മെതിക്കാൻ പോവുകയാണ്. ആമേൻ. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ നീ മെതിക്കുമെന്ന് പറഞ്ഞാൽ, ആമേൻ, ദൈവകുഞ്ഞെ, ആമേൻ സ്തോത്രം, ആമേൻ, നിന്റെ ശത്രുവിനെ നിന്റെ കാഴ്ചവിട്ട് ദൈവം കൊണ്ടുതരും, നിന്റെ മുമ്പിൽ കൊണ്ടുതരും. ആമേൻ സ്തോത്രം. നീ അതിനെന്ത് ചെയ്യുമെന്ന് അറിയാമോ? ചവിട്ടിയിട്ട് എന്ത് ചെയ്യും? നീ അതിനെ മെതിക്കും. പണ്ടൊക്കെ കറ്റ വയൽ കൊയ്യുന്നവനും ആമേൻ കറ്റകൾ കൊണ്ടിട്ടിട്ട് ആമേൻ ആൾക്കാരുടെ കാലുകൊണ്ട് മെതിക്കും, കാളയെ കെട്ടി അതിനെ മെതിക്കും. എന്തിനാണെന്നറിയാമോ? ആമേൻ സ്തോത്രം, ആ കതിരിൽ പറ്റിയിരിക്കുന്ന മണികളെ, ആമേൻ സ്തോത്രം, വേർതിരിക്കുക. കറ്റയിൽ ആമേൻ പറ്റിയിരിക്കുന്ന കതിരുകളെ, ആമേൻ സ്തോത്രം, അല്ലെ വേർതിരിക്കാൻ മെതിക്കുന്നു. ഇന്ന് പകൽ ദൈവകുഞ്ഞ നിന്റെ ജീവിതത്തിൽ പറ്റിക്കിടക്കുന്ന, ആമേൻ സ്തോത്രം, നീ ആമേൻ നിന്നെ വിടാതെ വണ്ണം നിന്നെ പിന്തുടരുന്ന, ആമേൻ സ്തോത്രം, ചില ശക്തികളെ നീ മെതിച്ച് നിന്റെ കുടുംബത്തിനകത്ത് നിന്ന്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നിന്ന്, ആമേൻ സ്തോത്രം, നീ അതിനെ മെതിക്കും, നീ അതിനെ മെതിക്കും. ഇനി അത്, ആമേൻ സ്തോത്രം, കറ്റയും കതിരും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം ചിലതിനെ ദൈവം വേർതിരിക്കാൻ പോവുകയാ. ആമേൻ സ്തോത്രം. യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ആമേൻ ചവിട്ടുന്ന ഒരു തലമുറ ആമേൻ എഴുന്നേറ്റ് വരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിക്ടറി ഇന്റർനാഷണൽ മലയാള സർവീസിന് നോക്കി ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ നിന്നെ നോക്കി വിളിച്ചു പറയും, ആമേൻ, ഈ തലമുറയിൽ, ഈ ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് ആമേൻ ശത്രുവിനെ മെതിക്കുന്ന ഒരു തലമുറ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. നീ പട്ടണത്തിലൂടെ പോകുമ്പോ ശത്രു മെതിക്കപ്പെടട്ടെ, ശത്രു തകർക്കപ്പെടട്ടെ, അവന്റെ വീക്ഷണം മാറിപ്പോകട്ടെ, അവന്റെ പതിയിരിപ്പുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് തകർന്നു പോകട്ടെ. ഇന്ന് പകലിൽ ആരാധിച്ചോ എല്ലാം, ആമേൻ സ്തോത്രം, കരമടിച്ചു ഇന്ന് പകൽക്കാലം അഭിഷേകത്തെ ഏറ്റെടുത്തു. ഇന്ന് പകൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കുകയാ. യേശുവിന്റെ സാന്നിധ്യം, യഹൂദ ഗോത്രത്തിലുള്ളവർ നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ഇന്ന് പകൽ നിന്റെ അകത്തിരിക്കുന്നവർ ഇന്ന് പകൽ പുറത്തിറങ്ങിയാൽ, ആമേൻ, കാട് കുലുക്കി നിനക്ക് നേരെ വരുന്ന ശത്രുവിന്റെ പടകൾ ഇന്ന് പകൽ നിനക്ക് പുറം കാട്ടി ഓടിമാറ്. ദൈവമകത്വം ചലിക്കട്ടെ. ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത് നീ മിണ്ടാതിരുന്നാൽ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ പ്രതിസന്ധികളുടെ നടുവിലും ദൈവം മിണ്ടാതിരിക്കും. ഇന്ന് പകൽ ആത്മസാന്നിധ്യം ഏറ്റെടുത്ത് ഇന്ന് പകൽ ആരാധിച്ച് വിടുതലെടുത്തോ, വിടുതലെടുത്തോ. ഇത് നിന്റെ പകലാ. ഇത് ചിലത് മടക്കി തരുന്ന പകലാ. നിന്നെ നഷ്ടമാക്കിയത് ഇന്ന് പകൽ നീ തിരിച്ചു പിടിക്കണം. നീ, ആമേൻ, ഹല്ലേലൂയ, നീ പുറങ്കാട്ടുന്നവരുടെ കൂട്ടത്തിലല്ല, നീ പിന്തുടരുന്നവരുടെ കൂട്ടത്തിലാ. ഇന്ന് പകൽ അത് മടക്കി പിടിക്ക, മടക്കി പിടിക്ക, മടക്കി പിടിക്ക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. അവ ഒരു നാളും നിനക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല. ഇന്ന് പകൽ പിശാചേ നിനക്കൊരു ദോഷവും ഞങ്ങളുടെ നേരെ ചെയ്യുവാൻ കഴിയത്തില്ല. ആമേൻ സ്തോത്രം. ഒരു പ്രവൃത്തിയും ഇനി നടക്കത്തില്ല. അസാധാരണമായ ദൈവമഹത്വം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കുക. ആരും മൗനമായി നിൽക്കാതെ ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ച് ചില വാതിലുകൾ ഇന്ന് പകൽക്കാലം തുറക്കുകയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, ആമേൻ, നിന്റെ മേൽ കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ അത് എഴുന്നേറ്റ് നിന്റെ മുമ്പിൽ നിൽക്കുക.
ഇതെങ്ങനെ സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അത്ഭുതം കൂറുമാറ് ചില കുടുംബങ്ങൾക്കകത്ത് ചില പ്രവചന ശബ്ദത്തിന്റെ നിവർത്തി ഉയർന്നു വരുന്നത് ഇന്ന് പകൽ ദൈവാത്മാവ് കാണിക്കുന്നു. ഇന്ന് പകൽ ഹല്ലേലൂയ, അത് വെളിപ്പെട്ട് വരട്ടെ. ഓരോ കുടുംബങ്ങൾക്കകത്തു കിടക്കുന്ന പ്രവചന ശബ്ദങ്ങൾ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് പുറത്തു വരട്ടെ. നിന്റെ തലമുറയെ കുറിച്ച് പറഞ്ഞത്, നിന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞത്, നിന്റെ ഭവനത്തെ കുറിച്ച് പറഞ്ഞത്, നിന്റെ ജോലിയെ കുറിച്ച് പറഞ്ഞത്, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞത്, ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് വെളിപ്പെട്ട് വരട്ടെ. നീ വിശ്രമമില്ലാതെ ഓടത്തക്ക നിലകളിൽ ദൈവത്തിന്റെ ഇന്ന് പകൽ ഈ ലൈവിലൂടെ കാണുന്നവരോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ വേഗത വർദ്ധിപ്പിക്കും, നിന്റെ ശുശ്രൂഷയുടെ വാതിലുകൾ തുറക്കും. നീ നാളുകൾ കൊണ്ട് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ എന്നൊരു വാതിൽ തുറക്കും, എന്നെൻ്റെ മിനിസ്ട്രി ഓപ്പൺ ആകുന്നേ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ സെപ്റ്റംബർ മാസത്തിൽ നിന്റെ വേഗത വർദ്ധിക്കും. ഞാൻ പറഞ്ഞു നിന്റെ വേഗത വർദ്ധിക്കും. പിടിക്കാൻ പറ്റുമെന്നുള്ളവർ പിടിച്ചാൽ മതി. ദൈവം പറയുന്നത് നിന്റെ വേഗത വർദ്ധിക്കും. ദൈവകുഞ്ഞ് നിന്റെ വേഗത വർദ്ധിക്കും. സ്തോത്രം, നിന്റെ വേഗത വർദ്ധിക്കും. നീ ഫാസ്റ്റ് ആകും. സ്തോത്രം, നീ ഒതുങ്ങി ഒരു റൂമിനകത്ത് 4 ചുവരുകൾക്കകത്ത് ഇന്ന് പകൽ ഇതിനകത്ത് നിൽക്കുന്ന പലരോടും പരിശുദ്ധാത്മാവ് പറയുക, നീ ഒരു 4 ചുവരിനകത്ത് ഒതുങ്ങിയിരിക്കത്തില്ല. നിന്നെ പുറത്തെടുക്കും. നിന്നെ വീട്ടിനകത്ത് നിന്ന് ഇതിനകത്ത് നിൽക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുക, നിന്നെ വീട്ടിനകത്തുള്ള 4 ചുവരുകൾക്കകത്തു നിന്ന് നിന്നെ പുറത്തെടുത്ത് നിന്റെ കാലുകൾക്ക് വേഗത വർദ്ധിപ്പിക്കും. ചില ഇടങ്ങളിൽ നിന്നെ വേഗത വർദ്ധിപ്പിക്കും. ചില ഇടങ്ങളിൽ നിന്നെ കൊണ്ടുപോയി ദൈവം ഉപയോഗിക്കും. നീ ഓഗസ്റ്റിൽ കണ്ട ദാരിദ്ര്യം സെപ്റ്റംബറിൽ കാണുകയില്ല. എനിക്കറിയില്ല, ദൈവാത്മാവ് ഞാൻ വെറുതെ വിളിച്ചു പറയില്ല. ഞാൻ ഇതിനകത്ത് കർത്താവിൻ്റെ മഹത്വം അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയും, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്ന അങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ പറയും, അടുത്ത ആഴ്ച നിങ്ങൾ സാക്ഷ്യം പറയും. അടുത്ത ആഴ്ച സാക്ഷ്യം പറയും. ഇത് ജോസ് പാസ്റ്ററുടെ ഹല്ലേലൂയ ആദരമാണെങ്കിൽ, ശബ്ദം ദൈവത്തിൻ്റെ ആണെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ മാസം കണ്ട ദാരിദ്ര്യം, കഴിഞ്ഞ മാസം കണ്ട വരൾച്ച, കഴിഞ്ഞ മാസം കണ്ട ക്ഷാമം, ഈ മാസത്തിന്റെ തുടക്കം മുതൽ നീ അത് കാണത്തില്ല. നിന്റെ ജോലി മേഖലയിൽ അത് കാണത്തില്ല. എന്റെ ദൈവം പറയുന്നു, അത് കാണത്തില്ല. ഷാജി ബ്രദറെ, കാണത്തില്ല കേട്ടോ. നീ കാണത്തില്ല. ഇന്ന് പകൽ ദൈവം പറയുന്നു, കഴിഞ്ഞ നാളുകൾ കണ്ട ക്ഷാമം ഇനി നീ കാണത്തില്ല. നിനക്ക് വേണ്ടി എന്റെ ദൈവം ഒരു വാതിൽ തുറന്നു വയ്ക്കുകയാണ്. എന്ന് പകൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മഹത്വം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ടോ? ഓ ജീസസ്, നന്ദിയപ്പാ, നന്ദിയപ്പാ, നന്ദിയപ്പാ.